എൻ്റെ അച്ഛനപ്പൂപ്പന്മാർ അനുഭവിച്ച കാര്യങ്ങൾ സിനിമയാക്കുന്ന എൻ്റെ സ്വാതന്ത്ര്യം ജാതി വിരുദ്ധനെന്ന് വിളിക്കപ്പെടുന്നതിൽ അഭിമാനം. മാരി സെൽവരാജ് കറക്റ്റ് തന്നെയാണ്, അത് നല്ല കാര്യമാണ്. ഇത് മറ്റേ വെട്ടിമാരനെ അനുകരിച്ച പോലെയാണ് പുള്ളി നടക്കുന്നത്. ഞാൻ പേസല്ലേ പടം താൻ പേസും എന്ന രീതിയിലാണ് തരുന്നത്. കാര്യമൊക്കെ ശരി, അതൊക്കെ നല്ലതൊക്കെ. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. അതായത് പുതിയ സിനിമയുടെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞപ്പം നായികമാരെ തെളിത് ഭാഗം വയ്ക്കുമ്പോൾ കറുത്ത നായികമാരെ എന്തുകൊണ്ട് വെച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ താങ്കളൊരു മറുപടി പറഞ്ഞു, ഭിന്നശേഷിക്കാരായ ക്യാരക്ടർ അതിന് ഭിന്നശേഷിക്കാരായ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. പല നടന്മാരും ഭിന്നശേഷിക്കാരായിട്ട് അഭിനയിച്ചവരുണ്ട്. അതായത് നിങ്ങളൊരു കാതൽ സന്ധ്യയുടെ ഒരു പടം ഉണ്ടല്ലോ, ആ പേര് തന്നെ കിട്ടാൻ കാരണം ഒരു സിനിമയുണ്ട് കാതൽ എന്ന് പറഞ്ഞു. അതിനകത്ത് ആ പെൺകുട്ടിയുടെ അച്ഛൻ കൈയില്ലാത്തതാണ്, അത് ഒറിജിനലായിട്ടുള്ളതാണ് ആ ബൈക്ക് ഓടിക്കുന്നത്. പിന്നെ ചില ക്യാരക്ടറുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല നടന്മാർ അംഗവൈകല്യം കണ്ണിന് കാഴ്ചയില്ലാതെ രാജംപി ദേവ് അഭിനയിച്ച ക്യാരക്ടർ അഭിനയിച്ചല്ല, എന്നാലും അതുപോലെ ലിക്വിഡായിട്ട് അഭിനയിച്ച ഒരുപാട് ആളുകളുണ്ട്. വിഷയം വന്ന കറുത്ത നായകന്മാരുടേത് അതിനകത്ത് ഓപ്ഷൻ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്, ഇയാൾ രണ്ട് വള്ളത്തിൽ കാലി കൂട്ടുന്നത്. അപ്പോൾ കറുത്ത നായകന്മാരിൽ ഇല്ലാത്ത കുറവാണെന്ന് ഒരു നായികനെ ഞാൻ ഓപ്ഷൻ പറയാം, ഐശ്വര്യ രാജേഷ്. അവർ നല്ല രീതിയിൽ അത്യാവശ്യം നിറം കുറഞ്ഞൊരു നടിയാണ്. പിന്നെയാണ് ഈ ഭാനുപ്രിയ ഫീൽഡ് ഔട്ട് കാര്യമായിട്ടില്ല. അവിടെ കറുത്ത നായികമാരും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നായകന്മാരൊക്കെ കറുത്തതാണ്, അതൊരു നായികമാരെല്ലാം വെളുത്തവരാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നായക. അപ്പോൾ ഈ സിനിമ പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തിനോട് ബഹുമാനം കുറവൊന്നുമല്ല, അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ് ലോറൻസ്. അതിപ്പോൾ നാളെ വന്നൊരു റീലിലൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മുനി ഫസ്റ്റിനകത്ത് ഞാൻ കളറാണ് കാലക്കീഴ് കളറും തലയ്ക്ക് മേലെ. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കണേ, പക്ഷേ പുള്ളിക്ക് എപ്പോഴും വെളുത്ത നായികമാരെ വേണം. അപ്പോൾ നമ്മൾ കറുത്ത നായകന്മാരൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്, പക്ഷെ ആരും ഒരു കറുത്ത നായികനെ ആരും അങ്ങനെ സജസ്റ്റ് ചെയ്യണില്ല. കാരണം പണ്ട് അടുത്തൊരു തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഇവരൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടാണ് ഭാനുപ്രിയ. അവർ കറുപ്പഴകി എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ കിട്ടിയതൊരു നല്ല കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു, അവർക്ക് നല്ല രീതിയിലൊക്കെ മുന്നേറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ സെൽവരാജ് പറഞ്ഞാലും യോജിപ്പുകൊണ്ട് ഉപയോഗിച്ചു, പുള്ളി രണ്ട് വള്ളത്തിലെ കാലം ഓടണം. അപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ ഇപ്പോൾ കറുത്ത നായകന്മാർ ഉപയോഗിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി വേറൊരു രീതിയിലുള്ള മറുപടിയൊക്കെയാണ്, ഒരു തൃപ്തികരമല്ലാത്ത മറുപടിയൊക്കെയാണ് വന്നത്. കാരണം ഓപ്ഷൻ ഉണ്ടായിരുന്നു ഐശ്വര്യലക്ഷ്മിനെ അഭിനയിപ്പിക്കാമെന്ന്. എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ പറയണേലും എനിക്കൊന്നേ പറയാനുള്ളൂ മാരി സെൽവരാജിനോട്, നിങ്ങളുടെ പടമൊക്കെ നല്ലതാണ്, രീതി നല്ലതാണ്, പക്ഷേ ഈ ചിലത് എല്ലാം അംഗീകരിക്കണം. അതിലൊന്നാണ് ഈ നിറത്തിനെ കുറിച്ചുള്ളത്. അപ്പോൾ രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടരുത്.